ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ കുട്ടികളെ? അപ്പൊ ഇന്ന് മത്തിയാണ്, കുഞ്ഞ മത്തി. ഇപ്പൊ വിലക്കുറവാണ്. അപ്പൊ അത് മേടിച്ച്, അപ്പൊ എന്റെ അമ്മയാണ് ഇവിടെ എന്ത് മീനുണ്ടെങ്കിലും വെട്ടുന്നത്. മീൻ വെട്ടാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പോളം വരും ഉപ്പിലിട്ടത്. നമ്മുടെ അമ്മമാര് ചെയ്തു തരുന്ന പോലെ ആരെങ്കിലും നമുക്ക് ചെയ്യുമോ അല്ലേ? അപ്പൊ അമ്മ മീനൊക്കെ വെട്ടി തന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി രണ്ടായിട്ട് വരഞ്ഞ് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പും ചേർത്ത് ഇനി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ചീൻചട്ടി ചൂടായി നമുക്ക് വറുത്ത് കൂടി എടുക്കാം. മത്തിയൊക്കെ വില കുറച്ച് കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സമയമില്ലെന്ന് പറയുന്നത്. നിനക്ക് ഇതൊക്കെ ചെയ്യാൻ എവിടെയാണ് സമയം കിട്ടുന്നത്? എല്ലാവരും എന്നോട് ചോദിക്കുന്നത്. എനിക്ക് സമയം ഉണ്ടായിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാമല്ലോ, കൂടുതൽ എനിക്ക് കഴിക്കാമല്ലോ. വെളുത്തുള്ളിയുടെ വില കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ അച്ചാറൊക്കെ ഇടാൻ മടിച്ചു പോകും അല്ലേ? കിലോ 400 രൂപ. ഇതിങ്ങനെ വറുത്ത് പോരുന്ന ഒരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര മടിയായിരുന്നു. നമ്മളിനി കടുകൊക്കെ പൊടിച്ചു കൊടുക്കാവേ. മീൻ വറുത്ത എണ്ണയ്ക്കകത്ത് തന്നെയാണ്. കടുക് പൊട്ടി ഉലുവ ഇടുക, ഇഞ്ചി വെളുത്തുള്ളിയാണ്, കറിവേപ്പില ഇട്ടു, മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ആവശ്യാനുസരണം ചേർത്തു. അപ്പൊ വിനാഗിരി ഒഴിച്ചു. ഇനി മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണ്? കായം. എല്ലാരും ഓർക്കും അച്ചാർ എങ്ങനെയാ കേടാകാതിരിക്കുന്നത്. അത് നല്ലെണ്ണയ്ക്കകത്ത് ഇടുന്നത് കൊണ്ടൊന്നുമല്ല. ഈ കായവും ഉപ്പും അതുപോലെ തന്നെ ഈ വിനാഗിരിയൊക്കെ ചേർക്കുന്നതിന്റെ അളവനുസരിച്ചിരിക്കും. വിനാഗിരിയൊക്കെ ഏറ്റവും നല്ലത് മേടിക്കാൻ ശ്രദ്ധിക്കും. വറുത്ത് വെച്ച സുന്ദരന്മാരെ എല്ലാം അങ്ങോട്ട് കമത്തുക. അപ്പൊ നമ്മുടെ മത്തി അച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ? വറുത്തെടുക്കേണ്ട താമസം. പിന്നെ വെളുത്തുള്ളിയൊക്കെ പൊളിക്കാൻ ഇപ്പൊ എളുപ്പമല്ലേ? വലിയ വെളുത്തുള്ളിയും കൂടാണ്. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.